മണ്ഡലങ്ങൾ UDF നിലനിർത്തി. AP അബ്ദുള്ളക്കുട്ടി 12,043 വോട്ടിനും ഡൊമിനിക് പ്രസന്റേഷൻ 8,620 വോട്ടിനും ഷുക്കൂർ 4,745 വോട്ടിനും ജയിച്ചു. സംസ്ഥാന സർക്കാരിനെതിരായ ജനവിധിയാണ് ഉപതെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചതെന്ന് ഉമ്മൻചാണ്ടി. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ നടത്തിയ ശ്രമങ്ങൾ കേരളത്തിൽ നടക്കില്ല എന്ന് ഈ തെരഞ്ഞെടുപ്പോടുകൂടി തെളിയിച്ചിരിക്കുകയാണ്. കണ്ണൂരിലും എറണാകുളത്തും BJP മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചു. കണ്ണൂരിൽ ആദ്യ തെരഞ്ഞെടുപ്പിനിറങ്ങിയ SDPIക്ക് 3,411 വോട്ടുകൾ. ആലപ്പുഴയിൽ PDP വോട്ട് ചോർന്നു. പശ്ചിമബംഗാളിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന 10 സീറ്റുകളിൽ 9 ഇടതുപക്ഷം തോറ്റു. 1 സീറ്റ് ഫോർവേഡ് ബ്ലോക്കിന്. ഉത്തർപ്രദേശിലെ 11 സീറ്റുകളിൽ 8 BSP. രാജസ്ഥാനിലും ഹിമാചൽ പ്രദേശിലും BJPയും കോൺഗ്രസും ഓരോ സീറ്റ് വീതം നേടി. ഫിറോസാബാദിൽ കോൺഗ്രസിന്റെ രാജ് ബബ്ബർ വിജയിച്ചു. മുല്ലപ്പെരിയാർ കേസ് ഭരണഘടനാ ബെഞ്ചിന് വിടാൻ സുപ്രീം കോടതി തീരുമാനിച്ചു. ഡാമിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തരുത്. അണക്കെട്ടിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായുള്ള അറ്റകുറ്റപ്പണികളാകാം. കേരളം നടത്തുന്ന സർവേ നടപടികൾ തുടരാം. ശ്രീലങ്കയ്ക്കെതിരായ ആദ്യ 2 ടെസ്റ്റിലുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ശ്രീശാന്തിനെയും സഹീർ ഖാനെയും ഉൾപ്പെടുത്തി. ശ്രീശാന്ത് ടീമിലെത്തുന്നത് 1.5 വർഷത്തിന് ശേഷം. കേരളത്തിലേക്ക് സംസ്ഥാനത്തെ 3 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDF വിജയിച്ചു. കണ്ണൂരിലാണ് UDF എതിരാളികളെ ഞെട്ടിക്കുന്ന പ്രകടനം കാഴ്ചവെച്ചത്. കണ്ണൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി AP അബ്ദുള്ളക്കുട്ടി CPM സ്ഥാനാർത്ഥി MV ജയരാജനെ 12,043 വോട്ടുകൾക്കാണ് തോൽപ്പിച്ചത്. ആലപ്പുഴയിൽ UDF തിളക്കമല്ലാത്ത വിജയമാണ് നേടിയത്. 2006-ൽ KC വേണുഗോപാൽ നേടിയ 16,933 എന്ന കൂറ്റൻ ഭൂരിപക്ഷത്തിന് അടുത്തെത്താൻ പോലും ഷുക്കൂറിന് കഴിയില്ല. ഷുക്കൂർ 4,745 വോട്ടുകൾക്കാണ് CPIയിലെ G കൃഷ്ണപ്രസാദിനെ തോൽപ്പിച്ചത്. PDPയുടെ വോട്ടുകൾ UDFിലേക്ക് ചോർന്നിട്ടുണ്ട് എന്നതിന്റെ വ്യക്തമായ സൂചനകളാണ് ആലപ്പുഴയിൽ നിന്ന് ലഭിക്കുന്നത്. PDPക്ക് ഇവിടെ 1,804 വോട്ടുകൾ മാത്രമേ ലഭിച്ചുള്ളൂ. എറണാകുളത്ത് UDFിന്റെ ഡൊമിനിക് പ്രസന്റേഷൻ 8,620 വോട്ടുകൾക്ക് PN സിനുലാലിനെ തോൽപ്പിച്ചു. BJPയുടെ ശോഭാ സുരേന്ദ്രൻ ഇവിടെ 7,208 വോട്ടുകൾ നേടാൻ കഴിഞ്ഞു. എറണാകുളത്ത് മാത്രമല്ല കണ്ണൂരിലും BJP നല്ല പ്രകടനം കാഴ്ചവെച്ചു. കണ്ണൂരിൽ BJPയുടെ K രഞ്ജിത്ത് 5,665 വോട്ട് നേടി 3ാം സ്ഥാനത്തെത്തി. കന്നി തെരഞ്ഞെടുപ്പിനിറങ്ങിയ SDPI ആകട്ടെ 3,411 വോട്ടുകൾ നേടി 4ാം സ്ഥാനത്തിലെത്തി. 2006-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നേടിയ അത്ര ഭൂരിപക്ഷം നിലനിർത്താൻ UDFിനായിട്ടില്ലെന്ന് മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ പറഞ്ഞു. തോൽവിയെക്കുറിച്ച് LDFും CPMും വിലയിരുത്തി നടപടികൾ കൈക്കൊള്ളും. പാളിച്ചകൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുമെന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. തോൽവിയുടെ പശ്ചാത്തലത്തിൽ സർക്കാർ രാജിവെക്കാൻ തയ്യാറായില്ലെങ്കിൽ UDF ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് KPCC അധ്യക്ഷൻ രമേശ് ചെന്നിത്തല പറഞ്ഞു. സർക്കാരിനെതിരായ ജനവിധിയാണ് ഉപതെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചതെന്നും പ്രതിപക്ഷ നേതാവ് ഉമ്മൻചാണ്ടി പറഞ്ഞു. 5 മാസം മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇപ്പോഴത്തെ വിജയത്തിൽ UDFിന് അഹങ്കരിക്കാനൊന്നുമില്ല. പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും തെരഞ്ഞെടുപ്പ് ഫലം വിശദമായി അവലോകനം ചെയ്ത് ജനസ്വാധീനം വർദ്ധിപ്പിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. സംസ്ഥാന സർക്കാർ അധികാരത്തിൽ തുടരാനാണ് ഭാവമെങ്കിൽ തീർച്ചയായും വരുന്ന ആളുകളിൽ സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ശക്തമായ ജനകീയ പോരാട്ടങ്ങൾക്ക് കോൺഗ്രസ് പാർട്ടി നേതൃത്വം കൊടുക്കുന്നതാണ്. ഈ തെരഞ്ഞെടുപ്പ് ഭരണത്തിന്റെ വിലയിരുത്തലാണ് എന്നാണ് മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും പറഞ്ഞത്. ഇന്ന് 3 നിയോജക മണ്ഡലത്തിലും വലിയ ഭൂരിപക്ഷത്തോടുകൂടി UDFിനെ വിജയിപ്പിച്ച സാഹചര്യത്തിൽ ഇതിന് ന്യായം കണ്ടെത്താൻ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വളരെയധികം വിഷമിക്കേണ്ടി വരും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFിനുണ്ടായിരുന്ന ജനപിന്തുണ വർദ്ധിച്ചതായാണ് ഉപതെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ LDF വലിയ മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFിനെ കൈയൊഴിഞ്ഞ ജനവിഭാഗങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പിന്തുണയ്ക്കാൻ തയ്യാറായി എന്നതാണ് ഫലം കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാരിനെതിരായ വികാരമാണ് ഉപതെരഞ്ഞെടുപ്പ് ഫലമെന്ന UDF നേതാക്കളുടെ പ്രചാരണം വസ്തുതകൾക്ക് നിരക്കുന്നതല്ലെന്നും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തിരുവനന്തപുരത്ത് പ്രസ്താവനയിൽ പറഞ്ഞു. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ UDFിന് ഉജ്ജ്വലമായ വിജയമായിരുന്നു. കോൺഗ്രസിലെ AP അബ്ദുള്ളക്കുട്ടി 12,043 വോട്ടുകൾക്ക് LDFിലെ MV ജയരാജനെ പരാജയപ്പെടുത്തി.
കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ ഭൂരിപക്ഷം മണ്ഡലത്തിൽ UDF നേടിയിട്ടുണ്ട്. 5665 വോട്ടുകൾ നേടി BJPയിലെ കെ രഞ്ജിത്ത് മൂന്നാം സ്ഥാനത്തും 3411 വോട്ടുമായി SDPI നാലാം സ്ഥാനത്തുമെത്തി. വോട്ടെണ്ണലിന്റെ തുടക്കം മുതൽ വ്യക്തമായ ലീഡ് സ്ഥാപിച്ചാണ് AP അബ്ദുള്ളക്കുട്ടി കണ്ണൂരിൽ കോൺഗ്രസിന്റെ കുത്തക നിലനിർത്തിയത്. ആദ്യ റൌണ്ടിൽ 2318 വോട്ടിന്റെ ലീഡ് നേടിയ അബ്ദുള്ളക്കുട്ടി MV ജയരാജനെ ചിത്രത്തിലേക്ക് എത്തിക്കാതെ വിജയം കൈപ്പിടിയിൽ ഒതുക്കി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ 8613 വോട്ടിന് ലീഡിനെ മറികടന്ന് 12043 വോട്ടിന്റെ ത്രസിപ്പിക്കുന്ന വിജയമാണ് അബ്ദുള്ളക്കുട്ടി സ്വന്തമാക്കിയത്. വേൾ ചെയ്ത 1,5932 വോട്ടിൽ 53,987 വോട്ട് UDF നേടി. ചെയ്തതിന്റെ 50.96%. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ 4000-ഓളം വോട്ടുകൾ കുറഞ്ഞെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ 4000-ലേറെ വോട്ടുകൾ UDF അധികം നേടി. ഇവിടെ CPM-ന്റെ ഒരു അഹന്തയുടെ രാഷ്ട്രീയമുണ്ട്, ഒരു ധിക്കാരത്തിന്റെ രാഷ്ട്രീയമുണ്ട്. അതിന്റെയൊക്കെ കാലം കഴിഞ്ഞു. 41,944 വോട്ടാണ് LDF സ്ഥാനാർത്ഥി MV ജയരാജൻ നേടിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ 7000-ഓളം വോട്ട് LDF-ന് അധികമായി ലഭിച്ചു. എന്നാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ 800 വോട്ടുകൾ മാത്രമാണ് LDF-ന്റെ സമ്പാദ്യം. പ്രാഥമികമായ പരിശോധനയിൽ കാണാൻ കഴിയുന്ന ഒരു കാര്യം, UDF വോട്ടിന്റെ അകത്ത് ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു ചേരിതിരിവുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3583 വോട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 4519 വോട്ടും മാത്രമുണ്ട്. അതിന് കാരണമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കിട്ടിയ വോട്ടുകൾ കുറഞ്ഞു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം CPM കള്ള സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് 9,000-ലധികം വോട്ടുകൾ കണ്ണൂരിൽ അധികമായി ചേർത്തതുകൊണ്ടാണ് CPM-ന് വോട്ടുകൾ കൂടി എന്ന് പറയുന്ന ഒരു സവിശേഷത ഉണ്ടായിട്ടുള്ളത്. കേരളം കണ്ട ഇടതുവിരുദ്ധ തരംഗം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നതിന്റെ സൂചനയാണ് UDF-ന്റെ വിജയമെന്ന് കണ്ണൂർ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. കെ സുധാകരന്റെ രാഷ്ട്രീയ തന്ത്രമാണ് ഒരിക്കൽ കൂടി വിജയം കണ്ടത്. ആദ്യമായി തെരഞ്ഞെടുപ്പ് പരീക്ഷണത്തിനിറങ്ങിയ SDPIക്ക് കരുത്ത് തെളിയിക്കാനായതുമില്ല. സുരക്ഷിത മണ്ഡലമെങ്കിലും DFIക്കാണ് ഇക്കുറി കണ്ണൂരിൽ മുഖർണ പരിപാടിയത്. വോട്ടർ പട്ടിക വിവാദമായിട്ട് കോൺഗ്രസിന്റെ പ്രതിരോധം CPIM-നെ ഉലച്ചു. അവസാന മണിക്കൂറിൽ കേന്ദ്രസേനക്കെതിരെ തിരിഞ്ഞതും തിരിച്ചടിയായി. അബ്ദുള്ളക്കുട്ടിയെ ജയിപ്പിക്കേണ്ടതും മണ്ഡലം നിലനിർത്തേണ്ടതും തന്റെ രാഷ്ട്രീയ ഭാവിക്ക് അനിവാര്യമാണെന്നതിനാൽ കെ സുധാകരൻ തന്നെയാണ് തന്ത്രങ്ങൾ നടന്നത്. വൈദ്യരായപ്പോൾ ഉണ്ടായതിനേക്കാൾ ഏറെ സന്തോഷം എനിക്ക് MLA സ്ഥാനത്തേക്ക് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് നമ്മൾ വിജയിച്ചു വന്നപ്പോഴാണ്, പ്രത്യേകിച്ചും ഇത്രയും ഭൂരിപക്ഷത്തിൽ. താൻ കണ്ണൂരാണെങ്കിലും നഗരത്തിൽ ജീവിക്കുന്ന മധ്യവർഗക്കാരുടെ രാഷ്ട്രീയം മനസ്സിലാകാതെ പോയതാണ് ഇരു മുന്നണികളുടെയും രക്തസമ്മർദ്ദം ഉയർത്തിയത്. SDPIയുടെ സ്വാധീനം എത്രയെന്ന ആശങ്കയും ഉണ്ടായി. മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ നടന്ന അവസാന ഘട്ടത്തിലെ മുന്നേറ്റമാണ് UDF-ന് വൻ നേട്ടമുണ്ടാക്കി കൊടുത്തത്. 3400 വോട്ടിൽ മാറ്റം ഒതുങ്ങിയ SDPIക്ക് വിലപേശാനുള്ള കരുത്ത് പോലും നഷ്ടപ്പെട്ടു. ഇഞ്ചോടിഞ്ച് പോരാട്ടം പ്രതീക്ഷിച്ച കണ്ണൂരിൽ ഈസി വാക്കോവറായാണ് അബ്ദുള്ളക്കുട്ടി ജയിച്ചു കയറിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരള രാഷ്ട്രീയം കണ്ട അതേ ട്രെൻഡ് ഇപ്പോഴും നിലനിൽക്കുന്നുവെന്നാണ് ഇത് നൽകുന്ന സൂചന. കണ്ണൂരിൽ നിന്ന് UV ഉണ്ണികൃഷ്ണൻ.